നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിന്റെ തുടക്കമാവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എന്താ പറയുക, ശരണമന്ത്രങ്ങളുടെ അനുഗ്രഹത്തോടെ അനുയോജ്യമായ കാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത വന്നു നിറയുകയും അതുപോലെ തന്നെ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ചില നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയുടെയൊക്കെ കാലയളവായിരിക്കും. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ വൃശ്ചിക മാസത്തിൽ ആർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിറച്ചു കൊണ്ടുവരുന്നു. ആരോഗ്യത്തിലും കരിയറിലും സാമ്പത്തിക നിലയിലും വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. മകൈര്യം, തിരുവാതിര, പുണർദം, ആയില്യം, മൂലം, രേവതി എന്നിവയാണ് ആ ഭാഗ്യ നക്ഷത്രക്കാർ. നമുക്കിനി വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. നമുക്കാദ്യം മകേര നക്ഷത്രത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിലെ മകേര നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ സമയമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചൊവ്വയുടെ മാറ്റങ്ങൾ നിങ്ങളുടെ കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ നീക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വാണിജ്യ രംഗത്ത് ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥർ വിവിധ കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായമൊക്കെ തേടുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിലേക്ക് സമീപമുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, സ്ഥലമാറ്റമൊക്കെ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വേതന വർധനവിൻ്റെ സാധ്യതയും അതുപോലെ തന്നെ സമ്പത്ത്, ക്ഷേമം എന്നിവയിൽ ശ്രദ്ധ പുലർത്താനുള്ള ഒരു അനുയോജ്യമായ ഒരു കാലയളവും കൂടിയാണ് ഇത്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ പ്രഭാവം എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്നിവയ്ക്കൊപ്പം ധനലാഭവും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ലോണ്, ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ ധനകാര്യങ്ങളിലെ നേട്ടങ്ങൾ ലഭിക്കാനുള്ളൊരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യം നല്ലതാവും, അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വിവാഹ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അനുയോജ്യമായ സമയം കൂടിയാണിത്. അടുത്തത് പുണർദം നക്ഷത്രം. അപ്പോൾ ഈ പുണർദം നക്ഷത്രക്കാർക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള ഒരു മികച്ച അവസരമാണ് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട കാര്യങ്ങളിൽ വിജയത്തിനും ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. തൊഴിൽ മേഖലയിൽ മാറ്റങ്ങളും പുരോഗതിയും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പഠന കാര്യങ്ങളിലെ നേട്ടങ്ങളൊക്കെ ലഭിക്കും. ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അർഹമായ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട്. എങ്കിലും അല്പസഹനത്തോടെ വർഷാവസാനം മികച്ച ഫലങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് വാഹനം വാങ്ങുന്നതിനുള്ള ഒരു യോഗമാണ് കാണുന്നത്. സ്വപ്നങ്ങളെല്ലാം എന്താ പറയുക, സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. പലപ്പോഴും മക്കളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് നിങ്ങളെ മാറ്റത്തിലേക്കാണ് എത്തിക്കുന്നത്. തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അനുകൂല ഫലങ്ങളാണ് കൊണ്ടുവരിക. പ്രണയിക്കുന്നവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാം. സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് മാറുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഈ സമയത്ത് നിരവധി മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. കൂടാതെ പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കാലയളവും കൂടിയാണ് ഇത്. മേലധികാരികളുടെ പിന്തുണ ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കാനും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ അനുകൂല മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. കൂടാതെ പുതിയ വീട്ടിലേക്ക് മാറുന്നതിനും അനുകൂലമായ ഒരു സമയം ഇതാണ്. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഗുണാനുഭവങ്ങളിൽ മികച്ച മാറ്റങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയ ആശയങ്ങളെ വേഗത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു അനുയോജ്യമായ കാലയളവും കൂടിയാണ് ഇത്. നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. ചെറുപ്പക്കാർക്ക് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ സമയം ലഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഭാഗ്യരാശി ഫലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. തുടർന്നും
ഇത്തരത്തിലുള്ള വീഡിയോയുമായി ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.